നമ്മളിപ്പോൾ നിൽക്കുന്നത് പനച്ചിക്കാട് പഞ്ചായത്തിലെ ചോഴിയക്കാട് 6-ാം വാർഡിലാണ്. നമ്മളിങ്ങോട്ട് വരാനൊരു കാരണമുണ്ട്. കഴിഞ്ഞ 9 ദിവസമായി ഈ ഒരു പ്രദേശത്തെ ചില വീടുകളിൽ ഒരു പ്രതിഭാസം എന്ന നിലയിൽ തീ കത്തുന്നു എന്നാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത്. ഇന്നും സമാനമായ രീതിയിൽ തന്നെ ഈ ഒരു പ്രദേശത്ത് വലിയ രീതിയിൽ തന്നെ തീ ആളിക്കത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. വാഴക്കച്ചിയിൽ നിന്ന് ഉൾപ്പെടെയാണ് ഈ ഒരു തീയ് ഈ ഒരു പ്രദേശത്തേക്ക് പടർന്ന് പിടിക്കുന്നത് എന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും വലിയൊരു ഭീതിയുടെ നിഴലിലാണ് ഈ ഒരു പ്രദേശവാസികൾ മൊത്തവും ഇപ്പോൾ ഉള്ളത്. എന്താണ് ഈ ഒരു തീ ഇവിടെ കത്തിപ്പടരാൻ കാരണമെന്ന് ഇതുവരെയും വ്യക്തമായിട്ടില്ല. പോലീസും ഫയർഫോഴ്സും ഈ ഒരു പ്രദേശത്ത് വന്ന് പരിശോധന നടത്തി പോയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു പ്രദേശവാസികളാകെ ഇപ്പോൾ പരിഭ്രാന്തിയിലാണ്. കൊച്ചിറങ്ങി വന്നു. "ദാണ്ടെ കത്തുന്ന മണം വരുന്നെന്നും" പറഞ്ഞു. അവനിറങ്ങി വന്ന് ഇവിടുന്ന് നോക്കുമ്പോഴത്തേനും ആ വാഴയുടെ കൈ കത്തിയിട്ട് താഴോട്ട് വീണിട്ട് അവിടെ നിന്ന് ആ പുല്ലും ചീനിയും എല്ലാം കത്തിപ്പോയി. അത് കഴിഞ്ഞ് ഞങ്ങളങ്ങ് വെള്ളം ഒഴിച്ചേച്ച് കയറിപ്പോയി. അത് കഴിഞ്ഞ് പിന്നെ തുടരെ 2, 3 പ്രാവശ്യം പിന്നെ ആ വാഴ കത്തി. അവിടെ കച്ചി കത്തിച്ച് ഞങ്ങളിട്ട്. അത് കത്തി. അങ്ങാപ്പുറത്ത് പറമ്പിൽ നിന്ന് ആ വാഴയുടെ കച്ചി കത്തി. കച്ചിയാ കത്തുന്നേ. വാഴക്കച്ചി കത്തിയിട്ട് താഴോട്ട് വീണിട്ട് അവിടെ കിടക്കുന്ന ചുപ്പും എല്ലാം അങ്ങ് കത്തുവാ. അതിന് ഞങ്ങൾ വാഴയെല്ലാം വെട്ടി ഈ കുഴിയിലിട്ടിട്ട് വാഴപ്പിണ്ടിയെല്ലാം ഇട്ട്. ആ വാഴപ്പിണ്ടിയുടെ അടിയിന്ന് മേളിലോട്ട് പുക വന്നിട്ട് ആളിക്കത്തുവാ. പിന്നെ തുഞ്ചാണി ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്ന കരിയില കൂട്ടിയിട്ടിരിക്കുന്ന എല്ലാത്തിനും സ്വയമേ അങ്ങ് ഇങ്ങനെ പുക വന്നേച്ചങ്ങ് ആളി അങ്ങ് കത്തുവാ. ഇത് ശിവരാത്രിയോടെ അന്ന് മുതൽ തുടങ്ങിയതാ. നമ്മള് വേറെ എന്തെങ്കിലും എവിടെയെങ്കിലും പറയുകയോ എന്തെങ്കിലും ചെയ്തായിരുന്നു? ഞങ്ങള് മെമ്പറെ വിളിച്ചന്നേരം പറഞ്ഞു. മെമ്പർ വന്ന് നോക്കി. അവര് നോക്കി നിൽക്കാൻ ആദ്യം വന്നേച്ച് അവരങ്ങ് പോയി. കണ്ടില്ല. ഞങ്ങള് വീഡിയോ എടുത്ത് വെച്ച് കാണിച്ചു. എന്നാ അവര് നമുക്ക് ശകലനേരം നിൽക്കാമെന്ന് 2, 3 പ്രാവശ്യം പിന്നെ ഞങ്ങൾ തെരെ വിളിക്കുമ്പോൾ അവർ ഓടി വന്നേച്ച് എന്നതിന് ശകലനേരം നിന്ന് കത്തുന്നുണ്ടോന്ന് കാണാമെന്ന് പറഞ്ഞപ്പോൾ ആ വാഴയുടെ അവിടെ ആളിക്കത്തി. അവർ കണ്ടേച്ച് പോയി. അത് കഴിഞ്ഞ് അങ്ങാപ്പുറത്തെ വീട്ടിലെ പുല്ല് നിരന്ന് കിടന്ന പുല്ല്, ഉണങ്ങി കിടന്ന പുല്ല് കരിഞ്ഞു. അന്ന് മുതൽ ഇന്ന് വരെ ഈ കത്ത. ഞങ്ങൾ തന്നെ ഇപ്പം വളരെ അതിശയത്തിൽ നിൽക്കുക. കാരണം 9 ദിവസമായി. ശിവരാത്രി ഫെബ്രുവരി 26 അന്ന് രാവിലെ തുടങ്ങിയ ഒരു പ്രതിഭാസമാണ്. അതിങ്ങനെ ഈ ഒരു പുരയിടത്തിന് ചുറ്റും ഇപ്പോൾ ഈ 1, 2 പിന്നെ ഈ വീടിൻ്റെ ഫ്രണ്ടിലൊരു വീടിന് മുറ്റം പച്ചപ്പുല്ലിനും കരിയിലയ്ക്കും വാഴക്കച്ചിക്കും ഒക്കെയാണ് തീ പിടിക്കുന്നത് നമ്മുടെ ശ്രദ്ധയിൽ കണ്ടത്. ഞങ്ങളിത് ആദ്യം ഏതെങ്കിലും കുസൃതികൾ ഒപ്പിക്കുന്ന പണിയാണെന്ന് ഓർത്ത്. കാരണം ഇവിടെ ഒരാളുണ്ട്, ഒരു പയ്യനുണ്ട്. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ സംശയിച്ചു. കാരണം അങ്ങനെ സ്വാഭാവികം സംശയിക്കില്ല. പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായി അതൊന്നുമല്ല. പക്ഷേ എന്താണെന്ന് കണ്ടുപിടിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഇതിങ്ങനെ തന്നെ കത്തുക. ഇന്നിപ്പം വ്യാപകമായി അപകടകരമായ രീതിയിലേക്ക് തീ പോയി. അതൊരു പ്രശ്നമാണ്. പിന്നെ ഇവർ ഈ വീട്ടുകാരാണ് ഉറങ്ങുന്നില്ല രാത്രി. സൂര്യപ്രകാശം ഉള്ള സമയത്ത് മാത്രമല്ല കത്തുന്നത്. ഇത് വൈകുന്നേരം 6:30 കത്തി. ഇപ്പം സമയം എത്രയായി? ഇപ്പം ഈ സമയത്തൊക്കെ കത്തിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് സൂര്യന് ഉള്ള സമയത്തും ഉഷ്ണതരംഗ സാധ്യത നിലനിൽക്കുന്ന സമയം, പിന്നെ 2 ഡിഗ്രി 3 ഡിഗ്രി സെൽഷ്യസ് ചൂട് കൂടുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അന്നോട്ടാണ് ഈ ഒരു സംഭവം വന്നത്. പിന്നെ ഞങ്ങൾ സംശയിച്ചത് ഇവിടെ എവിടെയെങ്കിലും ഗ്ലാസിൻ്റെ, അതായത് ഒരു റിഫ്ലക്ഷൻ ഉണ്ട് സമീപ വീടുകളിൽ എവിടെയെങ്കിലും ഉണ്ടോയെന്നോ അങ്ങനെ ഒരു സംശയം വന്നു. അതും അസ്ഥാനത്താണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷേ ഇന്നിപ്പോൾ പോലീസ് വന്നു, ഫയർഫോഴ്സിൻ്റെ ഒരു വിങ് വന്നു, അന്വേഷിക്കാൻ വന്നു. പക്ഷെ എന്നാലും തീയുടെ ഉറവിടം, അതായത് എങ്ങനെയാണ് ഇത് കണ്ടെത്താൻ അവർക്കും സാധിക്കുന്നില്ല. പോലീസ് വന്നിട്ട് പറഞ്ഞു പോയി. ഇനിയും തീ കത്തുവാണെങ്കിൽ ഫോറൻസിക്കിൻ്റെ ആൾക്കാർ വന്ന് പരിശോധിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു പോയി. ഞങ്ങൾ ഈ വാർഡിലെ മെമ്പറും ഞാൻ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റാണ്. ഞങ്ങൾ 2 പേരും കളക്ടറേറ്റിലെ കൺട്രോൾ റൂമുണ്ട്, അവിടെ ദുരന്ത നിവാരണ സമിതിയിൽ അവിടെ അറിയിച്ചു. അവർ ഇവിടെ ഈ അമ്മയെ ഫോൺ വിളിച്ച് സംസാരിക്കുകയോ ചെയ്ത് ഫയർഫോഴ്സിൻ്റെ വിങ്ങിനെ അവരെ അറിയിച്ചിട്ടുണ്ട്. അവരത് പ്രകാരമാണ് ഫയർഫോഴ്സുകാർ ഇവിടെ വന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ വന്ന് നിൽക്കുകയാണ്. ഇപ്പോൾ 9 ദിവസമായി. ഇതാണ് നടന്ന കാര്യം.